കോട്ടയം നഗരസഭയുടെ ഭരണകെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധവുമായി എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് നഗരസഭാ കാര്യാലയവും ഉപരോധിക്കും. ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത കേന്ദ്രമായി കോട്ടയം നഗരസഭ മാറിയെന്ന് എൽ.ഡി.എഫ് ആരോപിക്കുന്നു. പെൻഷൻ തട്ടിപ്പിൽ പേരുകേട്ട കോട്ടയം നഗരസഭ പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിലും തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. നാഗമ്പടം മേൽപ്പാലം നിർമ്മാണത്തിന് സ്ഥലം വിട്ടുകൊടുത്ത വകയിൽ റെയിൽവേ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ മതിയായ രേഖകൾ ഹാജരാക്കി ഈ തുക വാങ്ങുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എൽ.ഡി.എഫ് നാളെ നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് കോട്ടയം നഗരസഭയിൽ നടക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും ഫലമായിട്ട് നമുക്കറിയാം, ഒരു പദ്ധതി പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. കോടിക്കണക്കിന് രൂപ പദ്ധതി വിഹിതം ചെലവഴിക്കാതെ ലാപ്സായി പോകുന്ന അവസ്ഥയാണ് ഇന്ന് കോട്ടയം നഗരസഭയിലുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് DPC അംഗീകാരം പോലും കോട്ടയം നഗരസഭയിലെ പദ്ധതികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ പലരും സ്ഥലം മാറ്റം വാങ്ങി പോവുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇവിടെ ഈ നഗരസഭയുടെ പരിധിയിലുള്ള റോഡുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. കൃത്യമായ പദ്ധതി വിനിയോഗം നടക്കുന്നില്ല. ഇവിടെ കോൺട്രാക്ടർമാർക്ക് പൈസ യഥാസമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ CLRകാർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ഓരോ ആളുകളും ഇവിടുത്തെ കടത്തുകാർ വളരെ തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും, തൊഴിലാളികൾക്ക് പോലും അവർക്ക് കൃത്യമായ പൈസ കൊടുക്കാൻ, വേതനം കൊടുക്കുവാൻ ഈ നഗരസഭ അധികാരികൾ തയ്യാറാകുന്നില്ല. നഗരസഭാ ഭരണം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഇതിനെതിരെയാണ് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.